പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബി ഫോൺ ബെല്ലടിക്കണ കേട്ടിട്ടാണ് വരുന്നത്. ആ സമയത്ത് അനഘയായിരുന്നു ഞാൻ പറഞ്ഞതല്ലേ, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായി, നിൻ്റെ കല്യാണം ഉറപ്പിച്ചോ? അതറിയാൻ വേണ്ടി വിളിച്ചാണ്. അതൊക്കെ ഞാൻ പിന്നെ പറയാം നേരിട്ട്. ദേ ഇവിടെയൊക്കെ ആൾക്കാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് പതുക്കെ തന്നെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് നമ്മുടെ നവ്യ വരുന്നത്. നീ ആരോടാ സംസാരിക്കണേ? നീ എന്തിനാ അവിടെ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് പോകുന്നതെന്നൊക്കെ ചോദിക്കും. അതൊന്നുമില്ല മോളെ, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര സങ്കടം. നീ പോകുന്നതിൽ എനിക്ക് വിഷമം. അയ്യോ, നീ അങ്ങനെയൊന്നും പറയല്ലേ. ഞാനിതൊന്നും വിശ്വസിക്കുന്നു നീ വിചാരിക്കേണ്ട. സത്യമായിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പം നീ വിശ്വസിക്കില്ല. എങ്ങനെ വിശ്വസിക്കാനാടാ? നീ എന്നെ അതുമാതിരിയല്ലേ പറ്റിച്ചത്. മുല്ലപ്പൂ വാങ്ങാമെന്നും പറഞ്ഞ് പോയിട്ട് എവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് കഴിഞ്ഞിട്ട് നീ വന്നേക്കണ്, അതും വെറും കയ്യോടെ എന്ന് പറഞ്ഞപ്പോൾ. നീ നോക്കിക്കഴിഞ്ഞ് നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുമ്പോൾ 10 മുഴം മുല്ലപ്പൂവെങ്കിലും ആയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, നീ എനിക്ക് മുല്ലപ്പൂവൊന്നും കൊണ്ടുവരണ്ട, വെറുതെ ഒന്ന് വന്നാൽ മതി എന്ന് പറയുമ്പോൾ അബി നവിയെ പിടിച്ച് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. നിൻ്റെ പ്രസവം വരെ ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പ്രസവം കഴിഞ്ഞാലോ, പിന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണ്ടേ എന്ന് പറയും. ശരി, നീ താഴത്തേക്ക് വായോ എന്ന് പറയും. നീ പറയണത് മുഴുവൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ വീണ്ടും മോളേന്ന് വിളിക്കും. മോളേന്നൊന്നും നീ വിളിക്കേണ്ട, നീ താഴത്തേക്ക് വരാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് അഭിനയത്തിലൊന്നും നവ്യ വീഴുന്നില്ല, താഴത്തേക്ക് വരുന്നുണ്ട്. ദേ 7-ാം മാസക്കാരിനെയും കൊണ്ട് വരുന്നുണ്ടല്ലോ എന്ന് പറയും. എന്നിട്ട് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ദേവയാനിയുടെ മുഖം ഇങ്ങനെ മങ്ങി നിൽക്കുന്നു. ദേവയാനിൻ്റെ മുഖത്ത് മാത്രം എന്താ ഒരു തെളിച്ചില്ലാത്തേ എന്ന് മുത്തശ്ശൻ ചോദിക്കും. എന്ത് തെളിച്ചാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. മരുമോൾ പോകുന്നത് നിനക്ക് സന്തോഷമുള്ള കാര്യമല്ലേ, പിന്നെ നീ എന്തിനാ മുഖത്ത് ഒരു ടെൻഷൻ പോലെ കാണണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, അവളിപ്പോൾ കോട്ടെ എന്നൊക്കെ പറയും. അതെ, പോണെങ്കിൽ പോട്ടെ എന്നും പറഞ്ഞ് ശരി, ആദർശിന് കുഴപ്പമില്ലെങ്കിൽ എനിക്കും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കനക ഇങ്ങനെ മനസ്സിലൊക്കെ ഉണ്ട്. 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങളെ മോളെ ഞങ്ങൾ വിട്ടിട്ട് വേണ്ടേ എന്നും പറഞ്ഞിട്ട്. അതേസമയം തന്നെ നമ്മുടെ നയനയും ദേവയാനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമത്തോടെ നോക്കുന്നതൊക്കെ നന്ദുവും ഗോവിന്ദനും കനകയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മനസ്സിലുള്ളാൽ അവർ ചിരിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ നമ്മുടെ നന്ദു ആണെങ്കിൽ അനി നന്ദുവിനെയും മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് കനകയ്ക്കും ഗോവിന്ദനൊക്കെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ഗോവിന്ദൻ ചോദിക്കും, എന്നാലും അനിമോൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് വരാനത് കഷ്ടമായി പോയല്ലോ എന്ന് പറയും. അപ്പോൾ ഗോവിന്ദ, ആ പെൺകുട്ടിയുടെ സ്വഭാവം കുറച്ച് മോശമാണ്, ഭയങ്കര വാശി എന്നൊക്കെ മുത്തശ്ശിയും പറയും. മുത്തശ്ശനും പറയും, അതെ, ഒരു മോളൊന്നും പറഞ്ഞിട്ട് വേണു താലോലിച്ച് വഷളാക്കി വെച്ചേക്കണ്, ആരെന്ന് പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് പറയും. എന്നാലും നിനക്ക് പോയി അവളെ വിളിക്കായിരുന്നില്ലേ എന്ന് ദേവയാനി ചോദിക്കും. നീ വിളിച്ചൊന്നുമില്ലല്ലോ എന്ന് പറയും. ഞാൻ വിളിച്ചാലും വരുമെന്നില്ല, പിന്നെ ഞാൻ എന്തിനാ വിളിക്കാൻ നിൽക്കണേന്നൊക്കെ ചോദിക്കും. ഇനിയിപ്പോൾ അതും ഇതും പറഞ്ഞൊന്നും വഴക്കൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയും. അതിനുശേഷം അവരെല്ലാവരും കൂടെ യാത്ര പറഞ്ഞ് ഇറങ്ങണ്. നയന ആദർശിൻ്റെ കൈ പിടിച്ച് യാത്രയാണ്. എല്ലാവരും ഗോവിന്ദനും കനകയൊക്കെ പോകണം. ആദർശാണെങ്കിൽ വേഗം തിരിച്ച് മുറിയിലേക്ക് പോകും. ആ സമയത്ത് മുത്തശ്ശൻ നമ്മുടെ ജലജ വന്നിട്ടുണ്ടാവില്ല. ജലജനെ വിളിച്ച് വരുത്തി കഴിഞ്ഞിട്ട് മരുമോള് പോണ നേരത്തെ ഇവിടെ നിൽക്കടി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ടായ ഭാഗം. പിന്നീട് പോയി കഴിയുമ്പോൾ സമാധാനമായി, ഇനി കുറച്ച് ദിവസം സന്തോഷം സുഖമായി എന്നൊക്കെ നമ്മുടെ ജലജ വിചാരിക്കുന്നു. അതിനുശേഷം ജലജ മോനും കൂടെ നിൽക്കുമ്പോൾ തന്നെ മുത്തശ്ശൻ പറയും, എടാ ഇന്ന് നീ ചെയ്ത തെണ്ടിത്തരം ഇനി മേലിൽ നിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്നെ അന്ന് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും, പറഞ്ഞില്ല എന്ന് വേണ്ട. ഇന്ന് 7-ാം മാസ ചടങ്ങിന് നീ ഉണ്ടായില്ല, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട്, അതിലെന്തെങ്കിലും ഒരെണ്ണത്തിൽ നീ പങ്കെടുക്കാണ്ട നിൻ്റെ ഈ സ്വഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ പഠിക്ക് പുറത്തുണ്ടാന്ന് പറഞ്ഞപ്പോൾ ശരി മുത്തശ്ശൻ, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അബി അവിടെ നിന്ന് രക്ഷപ്പെടും. ആ സമയം തന്നെ ദേവയാനിയോടും പറയുന്നുണ്ട്, നയനമ്മളുടെ വീട്ടുകാരോട് കുറച്ചും കൂടെ, അച്ഛനോടും അമ്മനോടൊക്കെ കുറച്ചും കൂടെ മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ, അത് വേണമായിരുന്നു, നിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായി പെരുമാറ്റമായിരുന്നു. അപ്പം ഞാനെന്ത് പറഞ്ഞു, ഞാനുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞുള്ളൂ എന്ന് ദേവയാനി അച്ഛനോട് പറയും. അവരെ നല്ല കുടുംബത്തിലുള്ളവരാണെന്ന് പറയും. അതുമാത്രമല്ല, മൂർത്തീസ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനറാണ് അവൾ, നയനമോള്, അതിനുള്ളൊരു മര്യാദയെങ്കിലും നീ കാണിക്കണം, അവർ നല്ല കുടുംബക്കാരാണെന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛൻ ദേഷ്യപ്പെട്ട് പോകുമ്പോൾ ദേവയാനി മനസ്സിലിങ്ങനെ പറയുന്നത്, അതൊക്കെ എനിക്കറിയാച്ചാ എന്ന് പറഞ്ഞ് അവൾ പോയ ദേഷ്യം കൊണ്ട്, പെട്ടെന്ന് അവൾ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തെ വിഷമവും ദേഷ്യം കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ പെരുമാറിയതെന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട്. പിന്നീട് കനകയും ഗോവിന്ദനും അവരൊക്കെ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ നല്ല സന്തോഷത്തോടെയാണ് ഇറങ്ങി വരുന്നത്. നയനയുടെ മുഖത്ത് മാത്രം വിഷമം. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, എൻ്റെ ഇളയ മോൾക്ക് മൂത്ത മോൾക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു, പക്ഷേ 2ാമത്തെ മോൾക്ക് വീട്ടിൽ വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇന്നും മുഖത്തൊരു വിഷമം? അതൊന്നല്ല, ആദർശേട്ടനെ വിട്ടു പോകുന്നതിൻ്റെ ആവും എന്ന് നവ്യ പറയുന്ന. ആദർശേട്ടന് ഇപ്പോൾ ഇവിടെ ജീവനുള്ള അച്ഛാ, അത് കാരണമാവും എന്ന് പറഞ്ഞ്. അതിനിപ്പോൾ എന്താ, ആദർശിനെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ, ഇത് മോനെടുത്തുന്ന വീടല്ലേ എന്നൊക്കെ ഗോവിന്ദൻ പറയും. അല്ലെങ്കിൽ തന്നെ മോളുടെ അമ്മായിമ്മയ്ക്ക് മോൾ അവിടെ നിന്ന് പോകുന്നത് സന്തോഷമായിട്ടുണ്ടാവുള്ളൂ.
അതുകൊണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നവ്യ നയനങ്ങനെ പറയുന്നത്. അപ്പോൾ കുറച്ച് ദിവസം കൂടി ഉണ്ടാവണം, അടിച്ചു പൊളിക്കണം, എൻ്റെ ചേച്ചിമാരൊത്ത് എനിക്ക് സന്തോഷത്തോടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, അമ്മ 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ പോകും. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാമെന്ന് ഗോവിന്ദനും പറയും. ഇതേ സമയം തന്നെ പിന്നെ കാണിക്കുന്നത് ദേവയാനി ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ തല ചാച്ചി കിടക്കണ്. നല്ല വിഷമമുണ്ട്. ആ സമയത്ത് നമ്മുടെ ജയം വരുന്നു. എന്താടോ തൻ്റെ മുഖത്ത് ഒരു വിഷമം, തൻ്റെ ഇവിടുത്തെ 2 മരുമക്കളാണ് ഇറങ്ങിപ്പോയത്. ആ സമയത്ത് തൻ്റെ മുഖത്തൊരു വിഷമം കണ്ടല്ലോ. എനിക്ക് എന്ത് വിഷമം? എനിക്കൊരു വിഷമവും. പിന്നെ 2 പേര്, ഞാനല്ല അടക്കളപ്പണിയൊക്കെ എടുക്കണത്, 2 പേര് കുറഞ്ഞതിൽ എനിക്ക് സന്തോഷിക്കില്ല, അത്രയും ഭാരം കുറഞ്ഞില്ലേന്ന് പറയും. അങ്ങനെയല്ല എനിക്ക് തോന്നിയത്, തനിക്ക് കണ്ടപ്പോൾ വിഷമമായ പോലെ തോന്നി. അത് നിങ്ങളുടെ മോന് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ, വിഷമം ഉണ്ടാവുമോ, ബുദ്ധിമുട്ടൊക്കെ ആവുമോ എന്ന് ആലോചിച്ചിട്ടാണ്. അവനെന്ത് വിഷമം, അവളവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് ദിവസം അവനും അങ്ങോട്ട് പോകാമല്ലോ. അത് ശരിയൊന്നുമല്ല, ഭാര്യ വീട്ടിൽ കയറി ഇറങ്ങണത് മോശം പരിപാടി എന്നാണ്. അപ്പോൾ അതെന്ത് മോശം? ഞാൻ എത്രയോ തവണ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, നീ എത്രയോ തവണ ഈ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് നിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഒന്നുമില്ലാത്ത മോശക്കേട് എന്തിനാ ഇപ്പം പറയണേന്നൊക്കെ ചോദിക്കും. പെട്ടെന്ന് അവൾ അമ്മയുടെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ എനിക്കൊരു ദേഷ്യം തോന്നി, അല്ലാണ്ട് വേറെ ഒരു വിഷമമൊന്നുമില്ല, എനിക്ക് സന്തോഷം തന്നെ ഉള്ളൂ. പിന്നെ 7-ാം മാസ ചടങ്ങ് ഇനി നമ്മുടെ മോനും മരുമോൾക്കും വേണം, താനത് തൻ്റെ മരുമോളോട് പറഞ്ഞു കൊടുക്കുമെന്ന് വെച്ച് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മകനോട് പറഞ്ഞൂടെയെന്ന് ചോദിക്കും. എൻ്റെ മകനോട് ഞാൻ പറയുമ്പോൾ തൻ്റെ മരുമോളോട് തനിക്കും പറയാലോ എന്ന് പറയും. എന്താ ഇപ്പം അങ്ങനെ തോന്നാൻ പറഞ്ഞപ്പോൾ ഒന്നുമില്ല, അങ്ങനെ നമുക്കും വലിയൊരാഗ്രഹം പേരക്കുഞ്ഞുങ്ങളെയൊക്കെ ലാളിക്കാന്നൊക്കെ പറഞ്ഞ് ജയനും ഓരോന്ന് പറയുന്നേ. ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്, എന്തൊക്കെ താൻ പറഞ്ഞാലും തനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നയനമോള് പോയത് എനിക്ക് നല്ലാത്ത വിഷമം തന്നെയാണ്. ഈ വീടിന് ഒച്ചയുമോ ഒക്കെ നഷ്ടപ്പെട്ട പോലെ ആയിട്ടും തോന്നണേന്ന് പറഞ്ഞു. കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അവൾ വേണമെന്നുണ്ട്, പിന്നെ എന്തിനാണ് അവളെ പറഞ്ഞയച്ചത്, അവളവിടെ നിർത്തായിരുന്നില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ നന്ദു ട്രെയിനിങ്ങിന് പോകുമ്പോൾ ആ വീട്ടിൽ അവർക്ക് ചേട്ടത്തിയനിമാർക്ക് ഒന്നിച്ച് നിൽക്കാനും കനകയ്ക്കും ഗോവിന്ദനും ഒരാഗ്രഹം ഉണ്ടാവില്ലേ മക്കളെയൊക്കെ നിർത്താൻ ഒന്നിച്ച്. നിർത്തിക്കോട്ടെ, അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. എന്നിട്ട് വീണ്ടും ദേവയാനി ഇങ്ങനെ കിടക്കണം. എനിക്ക് ഇന്നലെ മുതൽ 2 ദിവസം നല്ല പണിയായിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് പോയി വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് ദേവയാനി പോകുന്നത് നോക്കി ജയൻ നിൽക്കുന്നുണ്ട്. ദേവയാനിക്ക് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ടൊരു വിഷമമുണ്ട്. ഇതിനിടയ്ക്ക് ആദർശ് നയനയും അമ്മയും കൂടെ കണ്ണുകൊണ്ട് കാണിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ കാര്യമാക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് അനഘനെ അഭിനയനി. അപ്പോൾ അനഘ ചോദിക്കുന്നുണ്ട്, എന്തായി, നിൻ്റെ കല്യാണം ഉറപ്പിച്ചോ? ഇപ്പോൾ വിഷു അല്ലേ വരുന്നത്, അപ്പോൾ വിഷു കഴിഞ്ഞ് ചിങ്ങത്തിലായിരിക്കും അതോ ഓണം കഴിഞ്ഞിട്ടോ അതിന് മുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിശ്ചയം എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നിശ്ചയമൊന്നുമില്ല, നേരെ കല്യാണത്തിലേക്ക് എന്ന് പറഞ്ഞു. പെട്ടെന്ന് കല്യാണം നടത്താനുള്ള തീരുമാനമാണല്ലേ എന്ന് പറയും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ മോള് അവളുടെ അച്ഛനെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണമെന്ന് പറയും. നീ ഇങ്ങനെ പിടയ്ക്കാതെ അനഘേ, എനിക്ക് പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇത്രയും നാൾ ഞാൻ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്നത്, അന്നാണ് നീ കുഞ്ഞിനെയും കൊണ്ട് കയറി വന്നിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഇതിപ്പോൾ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ വന്ന് കല്യാണം ഉറപ്പിച്ച് പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തിട്ട് ഇനി മുടക്കാനൊന്നും പറ്റില്ല. മുടക്കണം എന്ന് ആര് പറഞ്ഞേ? എൻ്റെ മോളെ എത്തിക്ക് നീ വരണം, നീ എൻ്റെ അവളുടെ അച്ഛനെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. ഞാൻ ഇന്നോ നാളെയെന്ന് പറഞ്ഞ് പോകാനിരിക്കുന്നതാണ്. അതിന് മുന്നേ എനിക്ക് എൻ്റെ മോൾക്ക് നിന്നെ കാണിച്ചു കൊടുക്കണം. മാത്രമല്ല നീ വിചാരിക്കുന്നുണ്ടാവും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കാമെന്ന്. അങ്ങനെ നീ വിചാരിക്കൊന്നും വേണ്ട കേട്ടോ, അതിനുള്ള വഴികളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അഥവാ നീ എനിക്ക് എന്നെ കൊല്ലാൻ തോന്നുന്നുണ്ടോ എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും. അല്ല, ഞാനൊരു ഭാരമാണല്ലോ, മോളെ ഏറ്റെടുക്കാണ്ടിരിക്കാൻ വേണ്ടി നീ എന്നെ കൊല്ലാൻ നോക്കുമെന്ന് എനിക്കറിയാം. എന്തായാലും നീ എന്നെ കൊല്ലാൻ നോക്കിയാലും ശരി തന്നെ, നാളെ മരിക്കേണ്ട എനിക്ക് ഇന്ന് മരിക്കുന്നതുകൊണ്ട് ഒരു വിഷമമില്ല. പക്ഷേ എൻ്റെ മോളുടെ അച്ഛൻ നീ എന്നുള്ള കാര്യം ഇവിടെ ചിലർക്കൊക്കെ അറിയാട്ടാന്ന് പറയുമ്പോൾ അബി ഇങ്ങനെ ആകെ ഞെട്ടിത്തെറിക്കുന്നു. ഇവിടെ അല്ല, ഗൾഫിലാണ്. അതുകൊണ്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ മുത്തശ്ശൻ്റെയും ഏട്ടന്മാരെത്തിക്കും, അവർ വരും, അവർ വന്ന് സത്യം വെളിപ്പെടുത്തും മോനെ. അതുകൊണ്ട് നീ എന്നെ കൊല്ലാനൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ അബി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ മോളോടും പറഞ്ഞിട്ടുണ്ട്, കൊട്ടാരം പോലത്തെ ഒരു വീട്ടിലാണ് അവളുടെ അച്ഛൻ താമസിക്കണേന്ന്. പക്ഷേ ആരിടുന്ന പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവൾ പേരും ചോദിക്കുന്നുണ്ട്, വീടും ചോദിക്കുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് നിൻ്റെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ പിന്നെ അവർ എൻ്റെ മോളെ സ്വീകരിച്ചോളും. എന്തായാലും അവരൊരു കുട്ടിയെ തള്ളിക്കളയാനുള്ള മനസ്സൊന്നും അവർക്ക് വരില്ല. പിന്നെ നിൻ്റെ കല്യാണം നിശ്ചയമല്ലേ, നിശ്ചയമല്ലേ നടന്നിട്ടുള്ളൂ, അതുകൊണ്ട് അത് മുടങ്ങാനും വേണ്ടാന്ന് വയ്ക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല. എനിക്ക് നിൻ്റെ കല്യാണം മുടക്കിയിട്ട് നിൻ്റെ കൂടെ ജീവിക്കാനൊന്നും ആഗ്രഹമൊന്നുമില്ല, അങ്ങനത്തെ ഒരു പ്രതീക്ഷയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു തന്നെ നീ എന്നുള്ള കാര്യം എനിക്ക് നന്നായി അറിയാം. പക്ഷേ എൻ്റെ മോൾക്ക്
അനാഥാലയത്തിൽ പോയി കിടക്കാനൊരവസ്ഥ ഞാൻ ഉണ്ടാക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്ന അനഘയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.